അറിയാം, മക്കത്തെ പള്ളിയിൽ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്കായത്ത് നിസ്കരിച്ചതിന് തുല്യമാണ്. മക്കത്തെ പള്ളിയിൽ ഒരു ജുസ് ഖുർആൻ നമ്മൾ ഓതിയാൽ 1,00,000 ജുസ് ഓതിയതിന് തുല്യമാണ്. ഇതറിയാത്തവരായിരുന്നില്ല സഹാബികൾ. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം എത്താത്ത സ്ഥലങ്ങളിൽ അത് പോയി എത്തിക്കുക എന്നുള്ളത്. അതിനേക്കാളും പ്രധാനപ്പെട്ടതാണെന്ന് അവർ ഉൾക്കൊണ്ടു. അതുകൊണ്ട് അവർ മക്കത്തും മദീനത്തും നിന്നില്ല, ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോയി. അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ മുസ്ലിങ്ങളാവുമോ? അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇറാനിലും ഇറാഖിലും ഒക്കെ മുസ്ലിങ്ങളുണ്ടാവുമോ? മക്കത്തും മദീനത്തും അവർ പള്ളിയിൽ അങ്ങനെ ഒതുങ്ങിക്കൂടായിരുന്നെങ്കിൽ. അപ്പോൾ അവർ മനസ്സിലാക്കിയ ഇസ്ലാമും നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്ലാമും വ്യത്യാസമുണ്ടെന്നാണ് അർത്ഥം. ദർ ഈസ് സംതിങ് റോങ് സംവെയർ. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഏറിയാൽ 10,000 ആൾക്കാരുടെ ഖബറുകളെ മക്കത്തും മദീനത്തുള്ളൂ. ബാക്കി നമ്മൾ പറഞ്ഞ 1,10,000 ആൾക്കാരുടെ ഖബറുകൾ ലോകത്തിൻ്റെ പല ഭാഗത്താണുള്ളത്. ഇത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവർ നാടും വീടും വിട്ട് പോരുകയാണ്. പോകുന്ന രാജ്യത്തെ ഭാഷ അറിയില്ല, ഭക്ഷണം സംസ്കാരം ഒന്നും അറിയില്ല, പക്ഷെ അവർ പോവുകയാണ്. ദ മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്, മുസ്തഫ അക്കാട് എന്ന് പറഞ്ഞ